ഹായ് ഡിയേഴ്സ്, ഞാൻ ഫാറൂഖ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 1-2 സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ ഗാർഡൻ വിശേഷങ്ങളാണ് കാണുന്നത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഈ മഴയുടെ പ്രശ്നം കാരണം ചെറുതായിട്ട് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ യൂഫോർബിയയുടെ ഒരുപാട് വെറൈറ്റീസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ബൊക്കെ പോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പൂക്കൾ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ണ് അതിലേക്ക് അങ്ങ് പതിഞ്ഞു പോകും. അത്രയും അട്രാക്ഷനായിരുന്നു ആ യൂഫോർബിയ ഫ്ലവേഴ്സ്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഒരു അമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട് ഈ ഒരു അമ്മച്ചിക്ക്. അപ്പോൾ അവരുണ്ടാക്കുന്നതാണ് ഈ ചെടികളൊക്കെ. പിന്നെ ഉള്ള ചെടികളൊക്കെ സെയിലുണ്ട്. ഇവരുടെ കയ്യിലുള്ള ചെടികളൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സെയിലിന് വേണ്ടി വെച്ചതാണ്. 150 രൂപയാണ് ഒരു ഓർക്കിഡിനെന്നാണ് പറഞ്ഞത്. ആ ഒരു ബോട്ടിലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളി, നല്ലൊരു ലുക്ക് കാണാൻ. അലോക്കേഷ്യ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ എലഫൻ്റ് ഇയർ പ്ലാന്റിൻ്റെ മറ്റൊരു ടൈപ്പാണ് എന്ന് തോന്നുന്നുണ്ട് ആ ഒരു പ്ലാന്റ് കണ്ടിട്ട്. ഇത് സെൻസവേരിയ പ്ലാന്റ്. സെൻസവേരിയയുടെ 1-2 വെറൈറ്റീസൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. പിന്നെ ബിഗോണിയാസിൻ്റെ ഒരുപാട് കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. ബിഗോണിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലീഫിൻ്റെ അട്രാക്ഷൻ അതുതന്നെയാണ് ആ ഒരു പ്ലാന്റിനെ മറ്റുള്ള പ്ലാന്റ്സിൽ നിന്ന് വെറൈറ്റി ആക്കി മാറ്റി നിർത്തുന്നത്. നല്ല ഒരു ക്യൂട്ടാണ് അതിൽ ഓരോ ചെടിയുടെയും വ്യത്യസ്തമായിട്ടുള്ള ലീഫ്സ് അറേഞ്ച്മെൻറ്റ്. പിന്നെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് ബിഗോണിയാസ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇത് സെൻസവേരിയയുടെ മറ്റൊരു വെറൈറ്റി. പിന്നെ ഒരുപാട് പ്ലാന്റ്സ് വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഓർക്കിഡുകളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറേ എണ്ണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പൂക്കൾ കുറവാണ്. ഇപ്പോൾ ഈ അമ്മച്ചിയുടെ അടുത്ത് ഇനി ഒരുപാട് പ്ലാന്റ്സ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ അമ്മച്ചീനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ മറ്റൊരു സബ്സ്ക്രൈബറുടെ വീട്ടിലേക്കാണ് പോയത്. ഈ സബ്സ്ക്രൈബറുടെ വീട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഇവർ നല്ല പക്ക അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇനി ഒരുപാട് വെർട്ടിക്കൽ ഗാർഡൻസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നഴ്സറിയിൽ പോയിട്ട് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് ഉള്ള സ്ഥലത്ത് മാക്സിമം അവർ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോർഡർ ഗ്രാസ് വെർട്ടിക്കൽ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് റോയോ പ്ലാന്റ്. ഈ റോയോ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കെയറിങ്ങും ആവശ്യമില്ല. നമുക്ക് ഇത് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ ഇങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റോയോ പ്ലാന്റ്. നമ്മൾ പോട്ട് മിക്സ് കെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ വേറെ കെയറിംഗ് ഒന്നും അതിനാവശ്യമില്ല. ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതൊക്കെ മുന്നേക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒരുപാടുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ കാശിത്തുമ്പ എന്നൊക്കെ ആയിരുന്നു അന്നതിന് പറഞ്ഞിരുന്നത്. ഇതിൽ ഒരു വിത്ത് ഉണ്ടാവും, അതിങ്ങനെ കൂമ്പ് പോലെ വന്നിട്ട് ഉണ്ടോ അതിങ്ങൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് അതിൻ്റെ സീഡ്സ് തൈകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റാണത്. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ടേർട്ടിൽ വൈൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അതുപോലെ സ്പൈഡർ പ്ലാന്റ് നല്ല പക്കായിട്ട് തന്നെ സ്പൈഡർ പ്ലാന്റ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ ഒരുപാടുണ്ട് സ്പൈഡർ പ്ലാന്റ്സ്.
ഇത് നമ്മുടെ സിങ്കോണിയം, നവ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന സിങ്കോണിയം. ഇതിൻ്റെ ഒരു 3-4 വെറൈറ്റീസൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, പിങ്ക് ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഉള്ളിലൂടെ വൈറ്റ് ലൈൻസ് വരുന്ന മറ്റൊരെണ്ണം ഉണ്ട്. അങ്ങനെ ഒരു 3-4 വെറൈറ്റീസൊക്കെ ഇവിടെ ഈ സിങ്കോണിയം വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് അലോക്കേഷ്യ പ്ലാന്റ്, ലെഫൻറ്റ് ഇയർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഏറ്റവും ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. അതുപോലെ ഔട്ട്ഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റാണത്. പിന്നെ ഈ ഒരു ബോർഡർ ഗ്രാസ് കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ബൗൾ പോലെ തല പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ കാണാനും പറ്റി, കുറേയൊക്കെ കളക്ട് ചെയ്യാനും പറ്റി. ഇന്നത്തെ ഗാർഡൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ നൽകിയിരുന്ന ക്ലാസ് വീഡിയോസ്, ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഇതുവരെ ഇംഗ്ലീഷ് ക്ലാസ് കൊടുത്തിരുന്നു. അത് ഇനി മുതൽ നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈസി ടീച്ചിങ് ബൈ ഫാറൂഖ്. അപ്പോൾ ഈ ചാനലിലൂടെ ടീച്ചിങ് മാത്രമായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ 8ാം ക്ലാസ് മുതൽ +2 ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾ അതല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ഈസി ആയിട്ട് തന്നെ ക്ലാസ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിൽ ഫുൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ചാനലിൽ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ വശങ്ങളും പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിതിൽ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയലും കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കുറച്ച് മോഡേൺ ഡ്രസ്സുകളും അതുപോലെ നോർമലി നമുക്ക് യൂസ് ചെയ്യുന്ന സാധാരണ ഡ്രസ്സിനും കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനും നമ്മുടെ ഈ ചാനലിനും നമ്മുടെ ഈസി ടീച്ചിങ്ങിനും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ഇട്ട് വരാം.